ഹലോ വെൽക്കം ബാക്ക് ടു ഷിവൂസ് ആൻഡ് മീനൂസ് കോർണർ. നമ്മളിപ്പോൾ വെക്കേഷനിലാണ്, അതുകൊണ്ട് നമ്മൾ അമ്മയുടെ അടുത്ത് വന്നിട്ടുണ്ട്. ഇവിടെ തമിഴ്നാട്ടിൽ തൃശ്ശിരാപ്പള്ളിയിലാണ്. അപ്പോൾ അവിടെ ഒരു വലിയ അമ്പലമാണ്, തിരുവാണൈക്കോവിലാണ് പേര്. ഇവിടുത്തെ ദൈവം ജംബുലിംഗേശ്വരർ ശിവനാണ്. ദേവി എന്ന് പറയുമ്പോൾ നമുക്ക് അഖിലാണ്ടേശ്വരിയാണ്. നല്ല ഒരുപാട് വലിയ ടെമ്പിളാണ് ഇത്. ഈ ടെമ്പിൾ ഇന്നാണ് തേർ ഉത്സവം. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഇത് വ്ളോഗ് എടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഉത്സവം ഇയർലി വൺസ് നടക്കുന്നതാണ്. നമുക്ക് 2 തേർ വരും. ഒരെണ്ണം ശിവൻ്റെയും മറ്റൊരെണ്ണം ദേവിൻ്റെയാണ്. ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളൊക്കെ പോകുന്നുണ്ടല്ലോ, അവരാണ് അടിയാർ കൂട്ടം എന്ന് നമ്മൾ തമിഴിൽ പറയും. മലയാളത്തിൽ എങ്ങനെയാണ് പറയുന്നത് എനിക്കറിയില്ല. ഇവർ ഫുൾ രുദ്രാക്ഷമാലയൊക്കെ ഇട്ടിട്ട് തമിഴിലുള്ള തിരുവാസകം ദേവാരമൊക്കെ പാടിക്കൊണ്ടേയിരിക്കും. അതാണ് നമ്മുടെ ശിവൻ്റെ ഒക്കെ പാട്ട്. അപ്പോൾ അത് ഫുള്ള് പാടിക്കൊണ്ടിരിക്കും. ഇവർ ഉടമ്പ് മുഴുവനും ഭസ്മമൊക്കെ ഫുള്ള് അപ്ലൈ ചെയ്തിട്ട് പിന്നെ നെറ്റിയിലുമൊക്കെ വെച്ചിട്ട് ഒരുപാട് രുദ്രാക്ഷങ്ങളൊക്കെ ഇട്ടിട്ട് അത് പാടിക്കൊണ്ടേയിരിക്കും അവർ. ഇത് അറ്റ് മോർണിംഗ് 7:30. അപ്പോൾ തേര് റെഡി ആയിട്ടുണ്ടോ ഇല്ല നമ്മൾ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇത് നമ്മുടെ അമ്പലത്തിൻ്റെ ആനയാണ്. അവളുടെ പേര് അഖില. ഒരുപാട് എല്ലാവർക്കും ഇഷ്ടമുള്ള ആനക്കുട്ടിയാണ്. ഇപ്പോൾ നമുക്ക് തേരൊന്ന് നോക്കിയിട്ട് വരാം. ഇതാണ് ശിവൻ്റെ തേര്. അപ്പോൾ തേര് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ ഉത്സവം എന്ന് പറയുമ്പോൾ നമ്മൾ ചെണ്ടമേളം കൊട്ടുമല്ലോ, അതുപോലെ ഇവിടെ കൈലായ വാദ്യം എന്ന് പേരാണ് ഈ മ്യൂസിക്കിന്. അപ്പോൾ അത് ഏറ്റവും ശിവന് മാത്രമാണ് അത് ഏറ്റവും നടക്കുന്നത് ഇവിടെ. ഇത് എവിടെയൊക്കെ ശിവൻ സ്ഥലം വലിയ ടെമ്പിളൊക്കെ ഉണ്ടോ അവിടെ എല്ലാ സ്ഥലത്തിലും ഈ കൈലായ വാദ്യം ഉണ്ടാവും. അതെങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. നല്ല തിരക്കായിരുന്നു. 8 മണിന്ന് പറയുമ്പോൾ നല്ല ചൂടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവിടെ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് വെള്ളം കൊണ്ടുവന്ന് അവിടെ തെരുവ് മുഴുവനും സ്ട്രീറ്റ് മുഴുവനും വെള്ളമൊക്കെ അടിച്ചുകൊണ്ട് പോയതാണ്. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് തൊട്ടടുത്ത് തേര് വന്നുകൊണ്ടിരിക്കുക. ഇത് നമ്മുടെ വീടിന് തൊട്ടടുത്തുള്ള മുത്തശ്ശിന് വയസ്സ് 106 വയസ്സാണ്. അപ്പോൾ നമ്മുടെ ശിവൻ്റെ തേര് ദർശിക്കാൻ വേണ്ടിയിട്ട് തൊഴാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് സമയം അവിടെ വെയിറ്റ് ചെയ്യുക. നല്ല വെയിലുണ്ടായിരുന്നു, ഒരുപാട് ചൂടായതുകൊണ്ട് എല്ലാ സ്ഥലത്തിലും ഓരോരോ ആൾക്കാർ ഓരോരെണ്ണം സ്പോൺസർ ആയിരുന്നു. അപ്പോൾ അമ്മയുടെ ഫ്ലാറ്റിലിരുന്ന് റോസ് മിൽക്കാണ് സ്പോൺസർ ചെയ്തത്. എല്ലാവരും വീട്ടിൽ നിയർലി ഇവിടെ ഒരു 50 വീടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പൈസ ഒക്കെ ഇട്ട് അവർ തന്നെ റോസ് മിൽക്കൊക്കെ ഉണ്ടാക്കി വരുന്നവരെ എല്ലാവർക്കും കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ തൊട്ടടുത്തുള്ളവരൊക്കെ നീർമോറും പിന്നെ പാനക്കം അതൊക്കെ കൂൾ ഡ്രിങ്ക്സും വെള്ളം എല്ലാം സ്പോൺസർ ചെയ്തു. ലിറ്റിൽ അഖില ആനക്കുട്ടിയാണ്. ഈ അഖില നമ്മുടെ വീട് തൊട്ടടുത്ത് വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്നും ഒരു 10 മിനിറ്റിനുള്ളിൽ നമുക്ക് തേര് വീട്ടിൽ എത്തിയിട്ടുണ്ടാവും. നമ്മുടെ നാട്ടിലാണെങ്കിൽ ആനപ്പട്ട ഉണ്ടാവും, പക്ഷേ ഇവിടെ അങ്ങനെ ഇല്ല. ചോക്ക് പീസ് കൊണ്ട് ഇവിടെ മുഖമൊക്കെ വരച്ച് നല്ല ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. വാലൊക്കെ കാണുമ്പോൾ നല്ല രസമുണ്ട്. അടിയാർ ഡിവോട്ടീസൊക്കെ വരാൻ തുടങ്ങി. എല്ലാവരുടെ കഴുത്ത് നല്ല രുദ്രാക്ഷമായൊക്കെ ഉണ്ട്. അപ്പോൾ ഇതേ വന്നു, തേരൊക്കെ വന്നു നമുക്ക് നോക്കാം.
തേര് ഉത്സവം എന്ന് പറഞ്ഞാൽ നാട്ടിലുള്ള എല്ലാ മക്കളും എല്ലാ പീപ്പിളും ഒക്കെ വന്ന് വലിച്ച് ആ തേരെ കൊണ്ടുപോവാണ്. മീൻസ് ഇത് കാണിക്കുന്നത് യൂണിറ്റിയാണ്. എല്ലാവരും ഒന്ന്, എല്ലാവരും സെയിമാണ്, സമമാണ്. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് തമിഴാണ് വരുന്നത്, മലയാളം പെട്ടെന്ന് വരുന്നില്ല, കിട്ടുന്നില്ല. ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവുന്നെന്ന് തോന്നുന്നേ. അപ്പം ശിവൻ്റെ തേര് പോയി ഇനി ഒരു 1 ഹവറെങ്കിലും ആവും നമ്മുടെ ദേവിയുടെ തേര് വരാനായിട്ട്. അപ്പോൾ അതിനുള്ളിൽ നമുക്ക് ഒന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഫുഡ് ഉണ്ടാക്കിയിട്ട് വരാം, കുറച്ചും കൂടി റെസ്റ്റ് എടുക്കാം. 2 hours later. ഇത് ഉച്ചയ്ക്ക് ശേഷമാണ്, 12 മണിയായിരുന്നു. നല്ല വെയിൽ, അയ്യോ എൻ്റെ ഈശ്വര, വെയിലെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഭയങ്കര വെയിലാണ്, ചൂട് പൊറുക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മുടെ വീടിന് തൊട്ടടുത്ത് ഒരു അപ്പൂപ്പനുണ്ട്, അവർ മോരൊക്കെ ഉണ്ടാക്കി വെച്ചായിരുന്നു, പച്ചമോര്, നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ നമ്മളും അതൊക്കെ ഒരു ഗ്ലാസ് അടിച്ചു, നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ വരുന്നവരെല്ലാവർക്കും വിളിച്ച് മോരുണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ വെയിലത്താവുമ്പോൾ നമുക്ക് ഭയങ്കര ഡീഹൈഡ്രേഷൻ ഉണ്ടാവുമല്ലോ, അത് കുറച്ചൊക്കെ ഹൈഡ്രേറ്റ് ആവണ്ടേ, അതുകൊണ്ടാണ് എല്ലാവർക്കും വിളിച്ച് വരുത്തി നമ്മൾ മോരൊക്കെ കൊടുത്തു. വെയിലായതുകൊണ്ട് മുനിസിപ്പാലിറ്റിയിലിருந்து പിന്നെയും ഒരു ലാറി വെള്ളം വന്നു. അപ്പോൾ വെള്ളം വരാൻ തുടങ്ങിയാൽ നമുക്ക് തേര് ഒരു 1/4 മണിക്കൂർ നേരത്തിൽ പെട്ടെന്ന് എത്തും. ഈ വെയിലും ആരും മൈൻഡ് ചെയ്യാണ്ട് ചെരുപ്പൊന്നും ഇടാണ്ട് ഈ ചൂടത്ത് നടന്നു പോകുന്ന ആൾക്കാരും ഒരുപാട് പേരുണ്ടായിരുന്നു. നമ്മുടെ ദേവി അഖിലാണ്ടേശ്വരിയുടെ തേര് വരാൻ തുടങ്ങി, നമ്മുടെ വീടിന് തൊട്ടടുത്ത് വന്നു. തേരുത്സവം നന്നായിട്ട് കഴിഞ്ഞു, നമ്മൾ നന്നായിട്ട് തൊഴുതു. നിങ്ങളും ഈ തേരുത്സവം കണ്ടെന്ന് തോന്നുന്നത് എനിക്ക്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കിയാൽ എനിക്ക് ഒരുപാട് സന്തോഷമൊക്കെ ഉണ്ടാവും. ഈ തേര് ഉത്സവത്തിൽ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് എനിക്ക് എത്രയും സന്തോഷമാണോ അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് എനിക്ക് അതുപോലെ സന്തോഷം ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ ഒരു ഉത്സവം നിങ്ങൾ കണ്ടിട്ടുണ്ട് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് എവിടെയൊക്കെ കണ്ടേന്നൊന്ന് കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.